ഹായ്, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് 3 സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് മുറിച്ചാൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്ര ഇട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി മുറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇത് ചൂടാറാൻ വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ അരച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഗരം മസാല, കുരുമുളകും കൂടി പൊടിച്ചതാണ്. ഇത് കൂടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി മസാലയും ചിക്കനെല്ലാം വെന്ത് എല്ലാം വഴറ്റി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.